അരുൺ 10 വയസ്സുകാരൻ. ഗ്രാമത്തിലെ സുഹൃത്തുക്കളോടൊപ്പം കളിക്കാനായി അവധിക്കാലത്ത് അമ്മാമ്മയുടെ വീട്ടിലേക്കാണ് വന്നിരുന്നത്. അമ്മാമ്മയുടെ വീട് വലിയൊരു കാട്ടിനോട് ചേർന്നിരുന്നതിനാൽ കുട്ടികൾക്ക് അത് ഒരു സാഹസിക ലോകം പോലെ തോന്നി. ഒരു ദിവസം കൂട്ടുകാരോടൊപ്പം ഒളിപ്പന്തുകളി കളിക്കുമ്പോൾ അരുൺ അധികം കൗതുകത്തോടെ മരങ്ങളുടെ നടുവിലേക്ക് കയറിക്കഴിഞ്ഞു. ആദ്യം എല്ലാം വളരെ മനോഹരമായിരുന്നു. പക്ഷികളുടെ കലകൾ, ചില്ലകളിലൂടെ വീഴുന്ന പൊന്തുള്ളി പോലെയുള്ള സൂര്യപ്രകാശം, കാറ്റിൽ തുള്ളുന്ന ഇലകൾ. അവൻ വിസ്മയത്തോടെ മുന്നോട്ടു നടന്നു. പക്ഷേ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ കൂട്ടുകാരുടെ ശബ്ദം കേൾക്കാനില്ലെന്ന് മനസ്സിലായി. തിരിഞ്ഞു നോക്കിയപ്പോൾ വന്ന വഴി കണ്ടെത്താനായില്ല. എല്ലാം ഒരുപോലെ തോന്നി: മരങ്ങൾ, കുറ്റിച്ചെടികൾ, ഇടയ്ക്കിടെയുണ്ടാകുന്ന ശബ്ദങ്ങൾ. അവന്റെ ഹൃദയം വേഗത്തിൽ മിടിപ്പിച്ചു. ഞാൻലെ വഴിതെറ്റിയോ എന്ന ചിന്ത അവനെ ഭയപ്പെടുത്തി. അത് നേരത്ത് ദൂരെയൊന്ന് തഴമ്പിലൊഴിഞ്ഞു വീഴുന്ന ശബ്ദം കേട്ടു. എന്താണെന്ന് അറിയാതെ അരുൺ പേടിച്ച് നിശ്ചലമായി നിന്നു. പിന്നെ ഒരു അണലി പുറത്തു ചാടി. ഭയം അല്പം മാറിയെങ്കിലും അവൻ ഒറ്റയായിരിക്കുകയാണെന്ന ബോധ്യം വീണ്ടും അവനെ അലട്ടിത്തുടങ്ങി. കാറ്റിൽ ചലിക്കുന്ന മരങ്ങളെയും ഇരുട്ടിലേക്ക് മാറുന്ന ആകാശത്തെയും നോക്കിയപ്പോൾ അരുൺ തിരിച്ചറിഞ്ഞു: ഇനി വൈകാതെ വഴി കണ്ടെത്തിയില്ലെങ്കിൽ രാത്രി മുഴുവൻ ഞാൻ ഇവിടെ ഒറ്റയ്ക്കായിരിക്കും.